സ്ക്രോളിംഗ് ഒരു തെറ്റല്ല. ഇന്നത്തെ തലമുറയിലെ ജീവിതശൈലിക്ക് അനുസരിച്ച് ബിസിനസ് ചെയ്യണമെങ്കിലും മറ്റുള്ളവരുടെ ട്രെൻഡുകൾ മനസ്സിലാക്കണമെങ്കിലും ഞാൻ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്ന് കൃത്യമായി ഒരു ഐഡിയ കിട്ടണമെങ്കിൽ പോലും നമുക്ക് സ്ക്രോളിംഗ് ഇല്ലാതെ സാധിക്കില്ല. നമ്മുടെ പല പഠനങ്ങളും നമ്മുടെ പല ബിസിനസ്സുകളും ഇന്ന് സ്ക്രോളിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലും. അപ്പോൾ തെറ്റല്ലാത്ത ഈ സ്ക്രോളിംഗ് എപ്പോഴാണ് തെറ്റാവുന്നത് എന്ന് നമുക്ക് നോക്കാം. യാതൊരു ഉപകാരവുമില്ലാതെ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുകയും അത് നമ്മുടെ വ്യക്തിപരവും സാമൂഹികപരവും കുടുംബപരവുമായ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരു തെറ്റായ രീതിയായിട്ട് വരുന്നത്. ഇതിനെ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലെങ്കിലും ഒരു കോമയെങ്കിലും ഇടാൻ സാധിക്കാനുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് സമയം സ്ക്രോൾ ചെയ്ത് കളഞ്ഞതല്ലേ, ഇതെങ്കിലും അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊന്ന് നോക്കിയാലോ. അത്ഭുതകരമായ കാഴ്ചയൊന്നുമല്ല, ഇതൊരു സാധാരണ കാഴ്ചയാണ് അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എന്തിന് കക്കൂസ് പോകുമ്പോൾ പോലെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു മിനിറ്റ്, ഈ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എത്ര നേരം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തു പറയാൻ പറ്റൂല. 5 മിനിറ്റ് ഉണ്ടാവും, 10 മിനിറ്റ് ഉണ്ടാവും, 1 മണിക്കൂർ ഉണ്ടാവും, 2 മണിക്കൂർ ഉണ്ടാവും. ഒരാളുടെയൊക്കെ സ്ക്രീൻ ടൈം നോക്കുന്ന സമയത്ത് 12-13 മണിക്കൂറൊക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലേ. സത്യത്തിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളയുന്നത് ആപ്പുകളോ അല്ലെങ്കിൽ അതിലുള്ള വീഡിയോസോ അല്ല, പകരം നിങ്ങളുടെ ജീവിതത്തെ വിലയേറെ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങളും യൂസഫ് അലിയും ഒരു ദിവസം 24 മണിക്കൂറിലൂടെ തന്നെ കടന്നു പോകുന്ന ആളാണ്. ആ യൂസഫ് അലി 24 മണിക്കൂർ പണമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ സമയത്തെ സ്ട്രക്ചർ ചെയ്തുകൊണ്ടാണ്. ഈ 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡൂം സ്ക്രോളിംഗ് ഹാബിറ്റ് എന്നേക്കുമായിട്ട് നിർത്താനുള്ള 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒപ്പം ഈ ശീലം മാറ്റിയാൽ നിങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു മാറ്റത്തെക്കുറിച്ചും അവസാനം ഞാൻ വെളിപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്നുപോലും മിസ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഒരു ദിവസം എത്ര വീഡിയോസ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നു, അതിനിടയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന ഒരു വീഡിയോ എന്ന നിലയിൽ ഇത് അവസാനം വരെ കാണാം. നമസ്കാരം, ഞാൻ നാഫി. ഹിപ്നോഹൻസ് അക്കാദമി എന്ന് പറഞ്ഞ അക്കാദമി നടത്താണ്. മൈൻഡ് പവർ ട്രെയിനിങ്, ഹിപ്നോട്ടിസം, മെന്റലിസം ഇതിലൊക്കെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഹിപ്നോട്ടിസ്റ്റ് ആയതുകൊണ്ടോ മെന്റലിസ്റ്റ് ആയതുകൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. എൻ്റെ പേഴ്സണൽ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് സംസാരിക്കുന്ന നമ്മളെല്ലാവരും കൂടുതൽ ഏറ്റവും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് സ്ക്രോളിംഗ് അഡിക്ഷൻ. ഈ ശീലം നമ്മുടെ ശ്രദ്ധയെയും സമയത്തെയും സന്തോഷത്തെയും എല്ലാം എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നും അത് എങ്ങനെ ലളിതമായി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ലളിതമായി എന്ന് പറയുമ്പോൾ പറയാൻ ഈസിയാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത്, എന്തിനാണ്, വൈ. അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റുള്ള ഹൗ ടു സ്റ്റോപ്പ് എന്നുള്ള ഉത്തരം കിട്ടും. വൈ എന്നുള്ളതിൻ്റെ ഉത്തരം സോഷ്യൽ മീഡിയ ആപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ തലച്ചോറിലൊരു ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിനെ ലക്ഷ്യം വെച്ചാണ് ഓരോ പ്രാവശ്യം ഓരോ പുതിയ റീൽസും പോസ്റ്റും കാണുന്ന സമയത്ത് തലച്ചോറിന് സന്തോഷം ഉണ്ടാവണം. സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് വലിക്കുന്ന അതുപോലെ MDMA ഉപയോഗിക്കുന്നതൊക്കെ ഈ ഡോപ്പമൈൻ റഷിന് വേണ്ടിയിട്ടാണ്. അതേ സാധനം ചെറിയ എഫേർട്ടിലൂടെ നമുക്ക് നമ്മുടെ ഫോണിലൂടെ ഈ കഞ്ചാവും ഡോപ്പമൈനും MDMA ഒന്നും ഇല്ലാതെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോ മൂടൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊന്ന് മോട്ടിവേറ്റഡ് ആവാൻ, ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചുഴിയിൽപ്പെടുത്തുന്ന അവരുടെ ഡിസൈനിങ് തന്നെയാണ്. സ്ക്രോളിംഗ് നിർത്താനുള്ള 3 വഴികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ശീലം മാറ്റാനുള്ള പ്രധാനപ്പെട്ട പ്രായോഗികമായ 3 വഴികളിൽ ഒന്നാമത്തേത് ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയപരിധി വെക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെയോ ഭക്ഷണം കഴിച്ചുള്ള 1 മണിക്കൂർ ശേഷമോ ഇത് ഉപയോഗിക്കില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. വലിയ രീതിയിൽ ചെയ്യാൻ എത്തണമെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിനുള്ള ന്യൂറൽ പാത്വേസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുമ്പോഴാണ്. അതുപോലെ അനാവശ്യമായ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്ത് വെക്കുന്നത് ഫോൺ എടുക്കാനുള്ള പ്രേരണ കുറക്കും. മറ്റ് വിനോദങ്ങൾ കണ്ടെത്താൻ, നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിഗറാണ്. ഈ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നു, എന്തോ സന്തോഷമുള്ളത് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാനുള്ള ത്വര വരുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻസ് മാക്സിമം ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ പുസ്തകം വായിക്കുക, നടക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം നമ്മൾ കണ്ടെത്തുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത്. സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടും കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. കൂടാതെ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിങ്ങളുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എത്ര നേരം ഏത് ആപ്പിലാണ് കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഫോൺ ഉപയോഗം കുറക്കാൻ സഹായിക്കുന്ന ചില ആപ്പുകൾ പോലും ലഭ്യമാണ്. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ആ ആപ്പുകൾ പറഞ്ഞുതരും. അതിൽ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം ഡ്യൂറേഷൻ, ടൈം ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും എന്താണെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ മനസ്സിലാക്കുക. ഇനി തലച്ചോറിലെ അത്ഭുതകരമായ മാറ്റം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അത്ഭുതകരമായ ഒരു മാറ്റം ഓർമ്മയില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത് കുറക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ തലച്ചോറിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്
എന്ന ഭാഗം കൂടുതൽ സജീവമാകുന്നു, തലച്ചോറുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്നുള്ള ഭാഗം കൂടുതൽ സജീവമാകുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൊക്കെ ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇന്ന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അഡിക്ഷനുള്ള ഓരോ വ്യക്തിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും പ്രശ്നമുണ്ട്. സ്ക്രോളിംഗ് കുറയ്ക്കുന്നതിലൂടെ നിങ്ങളെ മനസ്സ് ശാന്തമാവുകയും സർഗാത്മകത വർദ്ധിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക്, ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എത്ര ചിത്രം വരച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പാട്ടുപാട്, എന്തൊക്കെ രീതിയിൽ കവിതകളൊക്കെ രചിച്ച വ്യക്തിയാണ്, എന്തൊക്കെ കലാപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇന്ന് അതൊക്കെ വരുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താ? ശരിക്കും നമ്മൾ വളരുമ്പോൾ നമ്മളോടൊപ്പം അവയും വളരുകയല്ലേ വേണ്ടത്? അവ വളരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ അഡിക്ഷനാണ് പലതിലും. മൊബൈൽ അഡിക്ഷനാണ്, അതുപോലെ ഫുഡ് അഡിക്ഷൻ ഒന്നും വലിയ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വലിയ പ്രശ്നം ഉണ്ടല്ലോ. പക്ഷേ ഈ മൊബൈൽ അഡിക്ഷൻ ഒരു വ്യക്തിയുടെ കഴിവിനെ പാടെ ഇല്ലാതാക്കുന്ന അത്രയും വലിയൊരു കാര്യമാണ്. പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്കിപ്പോൾ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഗുണകരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മൊബൈൽ ഉപയോഗിക്കുന്ന ഇത്ര സമയമാണ്, അത്ര സമയം എനിക്ക് ഉപയോഗിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പകുതി സമയം നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്യാൻ എടുക്കുക. ഇനി 100% സമയം നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം 50% സമയം സ്ക്രോൾ ചെയ്യാൻ എടുക്കുക. ബാക്കി 50% നിങ്ങൾ മൊബൈൽ പഠിക്കാൻ, അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ പല കാര്യങ്ങൾ പുതിയൊരു വയറിംഗ് ബ്രെയിനിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുക എന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഡിക്ഷൻ നമുക്കൊരു പരിധിയിലധികം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കേട്ടു പോവുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്. വീഡിയോ കാണുക, കേട്ടു പോവുക എന്നുള്ളത് എല്ലാവരും ചെയ്യുകയാണ്. ഇതുവരെ പല വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഒരു നോട്ട് ഇപ്പം തന്നെ എടുക്കുക. ഇതിൽ കിട്ടിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് സ്വന്തമായിട്ട് എന്ത് ചിന്ത വന്നു കഴിഞ്ഞാൽ അതിൽ എഴുതുന്നതൊക്കെ വളരെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിൽ ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. ഈ വീഡിയോയിൽ നിന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഓരോ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ കാര്യം ഞാൻ ചെയ്തോ എന്നുള്ള രീതിയിൽ ടിക്ക് ഇടുക. വേറൊരു കാര്യം കൂടി, ഒരു സെൽഫ് പണിഷ്മെന്റ് എന്നുള്ളത്. ഇന്ന് ഞാൻ 5 മണിക്കൂറിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളൊരു പണിഷ്മെന്റ് നമുക്ക് നമ്മളോട് വെക്കാം. അല്ലെങ്കിൽ വെള്ളം കുടിക്കില്ല എന്ന പണിഷ്മെന്റ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ വെക്കാം. ഇതും പറഞ്ഞ് ഒരുപാട് ദിവസം വെള്ളം കുടിക്കാതിരിക്കാനും ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാനും അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്, അപ്പോൾ ഞാൻ ഫോൺ ഉപയോഗം കുറക്കണം എന്ന മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരികയും നമ്മുടെ അഡിക്ഷൻ കുറക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള വീഡിയോസ്, ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ബൈ.